സാറേ ഓർമ്മയുണ്ടേ ഞാൻ നേരം വിളിക്കണ്ടേ ഞാൻ 8:30 വരും 8 ഓ ഞാൻ ഇതാ വരുന്നു ഞാൻ ഇറങ്ങാം ഞാൻ വരാം ഓക്കെ തങ്കം ഇതെന്താണ് മണി 8 സ്കൂളിലൊന്നും പോകണില്ലേ എഴുന്നേക്ക് സക്കളി എഴുന്നേക്ക് മണി 8 മണി കഴിഞ്ഞ് ഇതെന്താണ് ഇന്ന് സ്കൂളിൽ വിടാതെ നീ ഉറങ്ങിക്കിടക്കാൻ ശരിയാവില്ല എഴുന്നേക്ക് ഞാൻ എഴുന്നേറ്റത് എനിക്ക് വയ്യാത്തോണ്ട് കിടന്നതാ ഭയങ്കര തലവേദന ചൂടൊന്നുമില്ലല്ലോ നമുക്കൊരു വിക്സ് ഉണ്ടായാലും കണ്ടിരിപ്പുണ്ടായല്ലോ വിക്സ് ഉണ്ട് ഇവിടെ തോന്നുന്നുണ്ട് ഞാൻ എപ്പോഴും പറയണത് ഈ ചൂലെടുത്തിട്ട് തൂക്കുമ്പോൾ എന്തേലും മുഖത്ത് മൂടിക്കെട്ടണമെന്ന് ആ പൊടിയെല്ലാം അടിച്ച് കയറിയിട്ടാണ് ഈ തുമ്മല് രാത്രി കുറേ തുമ്മിയില്ലേ എന്താ വേണ്ട ഇതൊരു കോളായിട്ടിരിക്കാമെന്ന് വിചാരിക്കണ്ടേ ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ച് എഴുതും ഇനിയിപ്പോൾ ലീവ് ലെറ്റർ കൊടുക്കണ്ടേ സ്കൂളിൽ അതൊക്കെ ഇന്നലെ തീർച്ച ഞാൻ ഉറങ്ങട്ടെ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുമോ എനിക്ക് വയ്യ രാവിലെ എന്തുണ്ടാക്കാം ഇപ്പോൾ ചായ ഇടാ ഇപ്പോൾ ഞാൻ ഇടണോ ഞാൻ ചായ ഇടാം കഴിഞ്ഞ് പിന്നെ കാപ്പിക്ക് എന്ത് ചെയ്യും ഫുഡ് ഞാനാണെങ്കിൽ അൻസാറേ ഒരു വണ്ടി നോക്കാൻ ചെല്ലാന്ന് പറഞ്ഞത് 8:30 ആകുമ്പോൾ ചെല്ലാന്ന് പറയാം മണി 8 കഴിയുകയും ചെയ്തു നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ വഴി ആശുപത്രി ഞാൻ പോയിട്ട് ഇപ്പോൾ വരും നോട്ടെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോ ഞാനിപ്പോൾ കാപ്പി ഇടാം അപ്പൊ കൊച്ചിന് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ എല്ലാം ഞാൻ പരിഹാരം ഉണ്ടാക്കാം നീ ഇച്ചിരി നേരം കിടന്നോ എന്നിട്ട് ആശുപത്രി പോവാ എല്ലായിടത്തും പോവാ അരമണിക്കൂർ ഒന്ന് കുളിച്ച് റെഡി ആവണം അത്രേ ഉള്ളൂ ശരി ഓക്കെ എങ്ങനെയുണ്ടേ പറയാനായിട്ട് മരുന്ന് വല്ലതും കഴിച്ചോ ഞാൻ വാമ കിട്ടല്ലേ ഇങ്ങനെ കുനിഞ്ഞങ്ങോട്ട് ഇരിക്കല്ലേ ഒന്ന് നൂന്നിരിക്ക് തലവേദന സഹിക്കാൻ പറ്റണില്ല ഈ വിഷം തട്ട ഗ്യാസ് കയറിയിട്ടാവും നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും ഉണ്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാണ് എല്ലാം ഉഷാറാവും സാധന ക്ലീറ്റോ പൊറോട്ടയാണോ ക്ലീറ്റോ പനിയുള്ളപ്പോ കഴിക്കണം ഒരു വർഷം ബണ്ണ് മേടിച്ചിട്ട് വന്നില്ലല്ലോ നിങ്ങൾ അതെ പനിയുള്ളവർക്ക് പൊറോട്ട കഴിച്ചോളന്ന് ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ഒരു ആശുപത്രിയിൽ എഴുതി വെച്ചേക്കണത് ഞാൻ കണ്ടിട്ടില്ല തങ്കം ഒരു പൊറോട്ട എടുത്ത് 2 കഷ്ണം ബീഫുമായിട്ട് നീ കഴിച്ചു നോക്ക് കുതിര ഓടും പോലെ ഓടാൻ പറ്റൂടി എനിക്ക് കുതിര ഓടുന്ന പോലെ ഓടണ്ട മനുഷ്യൻ നടക്കുന്ന പോലെ നടന്നാൽ മതി ഭർത്താവേ വയ്യായികയാണെങ്കിൽ നാക്കിന് ഒരു സൂക്കെടുവില്ല എന്നുള്ളതാണ് അതെ ഞാൻ ഇച്ചിരി പാല് ചൂടാക്കി തരാം പാലും പൊറോട്ട ഇച്ചിരി പഞ്ചസാര ഇട്ട് കഴിച്ചു നോക്കിയേ പാലും പൊറോട്ട ഒരു കോഴി എടുത്ത് വെച്ച് അങ്ങ് തിന്ന് എനിക്ക് വേണ്ട ഞാൻ ഒരു കാര്യം പറയും ഭക്ഷണം കഴിക്കാതിരുന്ന ഈ അസുഖം കൂടു കേട്ടാ കൂടട്ടെ കൂടി ഞാനങ്ങ് ചത്തുപോയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് സന്തോഷമാണല്ലോ ചത്തുപോയാലും വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമല്ലോ എൻ്റെ ശല്യമില്ലല്ലോ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആ കല്യാണത്തിന് നീയും കൂടെ കൂടണമെന്നും വലിയൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് കൂടുതൽ വർത്താനം പറയാതെ റെഡിയാവും ആശുപത്രി പോവാം ഞാൻ വന്നില്ല എനിക്ക് പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട് അതിന് മുമ്പേ നിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം അതിന് പോകാൻ അതാ പറഞ്ഞത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ ദിവസങ്ങളൊന്നുമില്ലല്ലോ പാർട്ടിക്കാരുടെ ഒക്കെ കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയാൽ മതി ഞാൻ നീ ആവശ്യമില്ലാതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടാ ഒരു മനുഷ്യൻ താഴ്ന്നതിനൊരു പരിധിയുണ്ട് പിന്നെ ഇത്ര ഇപ്പോഴും ക്ലീറ്റോ അത് തന്നെയല്ലേ പറയണേ ക്ലീറ്റോന് പാർട്ടി ഓഫീസിൽ പോകണം അതിന് മുമ്പ് എന്നെ പേരിനൊന്ന് ഡോക്ടറെ കാണിക്കണം അയ്യോ ഇതിപ്പോ ഒരു പനിയല്ലേ ഉള്ളൂ അല്ലാതെ വേറെ ഓപ്പറേഷൻ ഒന്നും അല്ലല്ലോ നിന്നെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് തിരിച്ചിവിടെ ആക്കിയിട്ടേ ഞാൻ പോകും പെട്ടെന്ന് റെഡി ആവും അമ്പിലും വില്ലിലും അടുക്കൂലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണത് നിങ്ങൾ പല വീട്ടിലും ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ കാണും ഒരു സാധനമാണെങ്കിൽ വെച്ചാൽ കാണേയില്ല കൊച്ചേ പതുക്കെ കഴിക്കും നല്ലപോലെ ചവച്ച് കഴിക്കും ഇല്ലെങ്കിലേ അണ്ണാക്കി പോയി കുരുങ്ങിയിരിക്കും കേട്ടാ എന്തോന്നേ കർത്താവേ വെള്ളോ ഇല്ലല്ലോ തക്കളി കളിക്കരുത് കേട്ടോ കഴിക്കുമ്പോ വെള്ളം എടുത്ത് വെച്ചോണ്ടിരുന്ന് കഴിക്കണം നിനക്ക് അറിഞ്ഞോളല്ലേ
മറന്നുപോയി. ഇവിടെ നീ വേലക്കാരനെ നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. പേടിച്ചു പോയി. അതെ, ഒരു 2 പൊറോട്ട എനിക്ക് വെച്ചേക്കണം. തീർന്നുപോയി. ആ ഇല്ല ഇല്ല ഇല്ല, ചാറ് തീർന്നാലും പീസ് വെച്ചേക്കണം. പീസ് എനിക്ക് വേണ്ട, നല്ല പൊറോട്ട. ആണുങ്ങൾ പറയണതേ കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് കേൾക്കണം. വെയിൽ കൊള്ളരുത്, വിയർക്കരുത്, എന്നാൽ അതെല്ലാം കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് കുളിക്കരുത്, ഒന്നും കേൾക്കൂല. പിന്നെ എങ്ങനെ പിന്നെ പനിയെ വന്നില്ലെങ്കിൽ അത് ചൊല്ലു. ആ തങ്കച്ചേച്ചി പനി എങ്ങനെയുണ്ട്? ഏ തങ്കച്ചേച്ചി എങ്ങനെയുണ്ട്? പനി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് പിന്നെ മരുന്ന് വെക്കണ്ട. പതുക്കെ ഇറങ്ങി മരുന്ന് കുറച്ചേരായി. ഇത് ഫ്രൂട്ട്സ് 1/4 കിലോ മുന്തിരി, 1/2 കിലോ ഓറഞ്ച്, 1/2 കിലോ ആപ്പിള്. ഒരുപാട് കഷ്ടപ്പെട്ടാലേ ഇത് തൂക്കായി. നേതാവിന് ഭാര്യ സുഖമില്ലാതെ അറിയുമ്പോ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോട് വരണ്ടേ? അല്ല, നേതാവ് ഇതുപോലെ കിടന്നാൽ നീ അത് തിരിഞ്ഞു പോലും നോക്കൂലേ? കോളടിച്ച് ഇടക്കിടക്ക് ഇതുപോലെ പനി പിടിച്ച് കിടന്നുണ്ടല്ലോ, ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും കേട്ടാ. തക്കടിമോട് കോൾ അടിച്ചല്ലോ. ഇനി അമ്മയുടെ അസുഖം മാറുന്നവരെ സ്കൂളിലൊന്നും പോണ്ടല്ലോ. അവളെ കൂളിൽ പോയാൽ ഞാൻ അവിടെ നിർത്താം. നാളെ മുതൽ അവള് രാവിലെ പൊക്കോളും. വീരവാദം പറയണ്ട ക്ലീറ്റോ. അങ്ങനെയാണെങ്കിൽ അവള് ഇന്ന് പോയാനല്ലോ. വീട്ടിലെ പെണ്ണുങ്ങൾ സ്തംഭിച്ച അടുക്കളയും വീടും ഒരുമിച്ച് സ്തംഭിക്കും. പിന്നെ അല്ല അല്ല, നേതാവോട് വെറുതെ ഇരിക്കല്ലേ? അപ്പൊ നേതാവ് ഇന്ന് തന്നെ തക്കടിമോട് ഒരുക്കി സ്കൂളിൽ കൊണ്ട് വിട്ടാലെന്താ? അങ്ങനെ അങ്ങോട്ട് ചോദിക്ക്. ആ സ്കൂളിൽ വിടുന്ന് ഒരു ചായയുടെ വെള്ളം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് വട്ടം തിരിയും. അയ്യോ, ഗ്യാസ് കണ്ടില്ല. കൂടുതൽ ഷൈൻ ചെയ്യല്ലേ? നിങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞങ്ങൾ വെള്ളം കുടിച്ച് തന്നെ ഇവിടെ കിടന്നിട്ടുണ്ട്. നീ ആലപ്പുഴയൊക്കെ പോയില്ലേ? അപ്പൊ ഞങ്ങളിത് ഇവിടെ പട്ടിണി കിടന്നോ? ഇല്ലല്ലോ. ആ കട്ടനും അതൊക്കെ ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്ത് തന്നെ. ഓ, വലിയ കാര്യമൊന്നുമില്ല. നാളെ മുതൽ അവളെ ഞാൻ ഒരുക്കി വിട്ടോളാം. എന്തിനാ ക്ലീറ്റോ നടക്കാത്ത കാര്യം പറയണത്? എന്തിനാ? സംശയമുണ്ടോ? സംശയമല്ല, നടക്കൂല. നാളെ മുതൽ തക്കളി നീ എണീറ്റാലും ഇല്ലേലും നിന്നെ പൊക്കിയെടുത്ത് റെഡിയാക്കി ഞാൻ കൊണ്ട് കയറ്റി വിടും വണ്ടി. അയ്യോ, അതെ. കുട്ടിയുടെ അമ്മ വെറ്റു വെക്കണുണ്ടോ? ഞാൻ വെറ്റിനില്ല, ഒന്നിനുമില്ല. നടക്കണ കാര്യത്തിന് വെറ്റ് വെച്ചാ പോരെ? അയ്യോ, ഞാൻ വെറ്റ് വെക്കുന്നു. നീ എന്തിനു വെറ്റ് വെക്കണം? ഞാൻ എന്റെ ഭാര്യയായിട്ടല്ലേ സംസാരിച്ച്. ഞങ്ങൾ തമ്മിൽ വെറ്റ് വെച്ചോ. ഹലോ, ഞങ്ങള് വെറ്റ് വെക്കുന്നുണ്ട്. എന്തോ ഞങ്ങള്. ഓ, അങ്ങനെയായി. അങ്ങനെയാണെങ്കിൽ ക്ലീറ്റോ ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ബെറ്റിൽ ജയിച്ചാൽ എന്താണ് വ്യവസ്ഥ? ഒരു മുഴുവൻ കോഴി പൊരിച്ചത്. അയ്യോ, 100 ഗുണവരെ കോഴി ആർക്ക് വേണം? എനിക്ക് കോഴിയൊന്നും വേണ്ട. പിന്നെ പിന്നെ അല്ലാതെ ബെറ്റ് വെക്കുമ്പോൾ അന്തസ്സായിട്ട് ബെറ്റ് വെക്കും. ഒരാട് നിർത്തി പൊരിച്ച ഒരാട്, മട്ടൺ, അങ്ങനെ ആയാലോ? സമ്മതിച്ചു. ആ ശരി. ഇനി ആര് ജയിക്കണോ അവർക്ക് ഒരാട്. ഞാനാണെങ്കിൽ ഞാൻ അല്ല, നീയാണ് ജയിക്കണമെങ്കിൽ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും. ഞാനാണ് ജയിക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരും. സമ്മതിച്ചോ? അതെന്ത്? ഓ ഓ, ഇല്ലേ ഇവിടെയും കയറിയൊന്ന് ഗോളടിച്ചോ? അതെ. പിന്നെ അവസാനം കാല് മാറരുത് കേട്ടോ. കാല് മാറില്ല. ഞാൻ വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. നമ്മുടെ പാർട്ടിയാണ് ഇത്. സത്യം സത്യം സത്യം. പാർട്ടിയുടെ കാര്യം തീരുമാനമായി. ഇപ്പോഴേ ആകെ കുളമായിരിക്കും. ചായ കുടിക്കാം. അത് അലാറം അടി. അലാറം പിന്നെ വെക്കണ്ടേ? ഞാൻ 4 മണിക്കാ വെച്ച. 4 മണിക്കൊക്കെ വെക്കണത് 4 മണിക്ക് എണീറ്റാലേ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റൂ. ഞാൻ അടുക്കളയിൽ കയറുമ്പോ എന്റെ ദൈവം കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ചുമ്മാക്ക് തങ്ങ വിട് തങ്ക. ഞാൻ അതെ, ഞാൻ അടുക്കളയിൽ കയറി എല്ലാം റെഡിയാക്കിയിട്ട് എവിടെ 6 മണിയാകുമ്പോൾ എവിടെ റെഡിയാക്കി. 6 മണിക്ക് എഴുന്നേക്കാറില്ല, അവള് 7 മണിയാവും. എന്തിനാ 7 മണി വരെ കിടക്കണേ? 6 മണിക്ക് എഴുന്നേറ്റ് റെഡിയാക്കിക്കൊള്ളണം. തക്കളി ഞാൻ വിളിക്കട്ടാ. ഉണ്ടാതിരുന്നാ പറ്റില്ല. ഒരു ബെറ്റ് വെച്ചിട്ടുള്ള കാര്യമേ ക്ലീറ്റോ മറന്നിട്ടില്ല. അതൊരു വെല്ലുവിളി ഏറ്റെടുത്തേക്കണം. ചുമ്മായിക്ക് തങ്കം. ഞാനേ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വിളിക്കാം. നീ അതുവരെ കിടന്നു. തക്കളി നേരത്തെ എഴുന്നേക്കണേ. ഓ, കണ്ണ് തുറക്കാൻ പറ്റണല്ലോ. അത് പറ്റില്ല പറ്റില്ല. ഞാൻ വിളിക്കാന്ന്. ഓ, ഈ കട്ടിലിൽ കിടന്നിട്ട് നടുവും വയ്യ. അതെ, ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് വിളിക്കും. അപ്പോൾ എഴുന്നേറ്റ് വേണം കേട്ടോ. തക്കളി, ഡാഡി വിളിക്കുമ്പോൾ എണീക്കണേ. തങ്കം, ദോശ ഉണ്ടാക്കണോ പുട്ടുണ്ടാക്കണോ എന്തുണ്ടാക്കണം?
നിങ്ങൾക്ക് ഇത് തലയ്ക്ക് സുഖമില്ല ക്ലീറ്റ്. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇനിയിപ്പോൾ ഈ അടുക്കള കയറുമ്പോൾ മുതൽ എന്നെ വിളിച്ചോണ്ടിരുന്നു. ഞാനേ അത് കാപ്പി ഉണ്ടാക്കാം. കാപ്പി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും മനസ്സിനോട്. പാലുണ്ടല്ലോ അല്ലേ? അറിയാൻ പാടില്ല, പോയി അന്വേഷിക്കും. തുറന്നു. അരിപ്പൊടി, വറുത്ത റവ. റവയിൽ തുടങ്ങാം. ഉപ്മാവ് ഉണ്ടാക്കാം. കർത്താവേ മിന്നിച്ചേക്കണേ. മക്കളെ മക്കളെ മോളെ എഴുന്നേക്ക് എഴുന്നേക്ക്. സമയം 6:30 ആയി. ചുമ്മാ എന്നേ അതെ, അതിപ്പോ എഴുന്നേറ്റാലേ കുളിച്ച് എല്ലാം വൃത്തിയായി യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി പോവാൻ സമയം വേണം അതിന്. ഒന്ന് ചുമ്മാ തന്നെ അതിന് ഇച്ചിരി സമയം എത്തി എണ്ണയൊക്കെ തേച്ച് നല്ല രാവിലെ എണ്ണ വെക്കരുത്, അവക്ക് ശ്വാസം മുട്ടും. ഒന്നുമില്ല, എണ്ണ തേച്ച് കുളിച്ച് ഇച്ചിരി ആസനാഥ് ഇവിടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. എഴുതിക്കേ മക്കളെ മോളെ എഴുന്നേക്ക്. ഇച്ചിരി 5 മിനിറ്റ് കൂടി കിടക്കട്ടെ. എന്റെ പൊന്ന് സാറ് കിടന്നോ? ഞാൻ വിളിക്കണത് കൊച്ചിനെയാണ്, അതിന് സ്കൂളിൽ വിടണമെന്ന്. മണിയായപ്പോ തുടങ്ങിയത് ക്ലീറ്റോ, അടുക്കളയിലെ തട്ടലും മുട്ടലും, മനുഷ്യന് ഉറങ്ങാൻ പറ്റണില്ല ക്ലീറ്റോ. നീ തിരിഞ്ഞിടന്ന് ഉറങ്ങിക്കേ തക്കളി എഴുന്നേറ്റ്. എന്നാ ഞാൻ കുളിപ്പിച്ചോളാം ക്ലീറ്റോ. ഇല്ല അതൊന്നും വേണ്ട, എനിക്കറിയാം അതൊക്കെ ചെയ്യാൻ. അതെ, ഇതൊരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ ക്ലീറ്റോ. തോപ്പിക്കാൻ നോക്കല്ലേ, ഇതിൽ ഞാൻ ജയിച്ച് കാണിക്കും. എഴുതക്കളി എഴുക്ക് എഴുക്ക് എഴുക്ക്. എനിക്കറിയില്ല, ആരും കുഴപ്പമില്ല. എഴുന്നേറ്റോളും. എൻ്റെ അടുത്ത് കളിക്കരുത്. ഇനി പ്രാർത്ഥിച്ചോ. കണ്ണുറന്നേ കണ്ണുറന്നേ. ആ പ്രാർത്ഥിച്ചോ. മതി എഴുതി മതി. നീ കിടന്നോ എഴുന്നേറ്റേ. ചക്കര കുട്ടി അങ്ങനല്ലേ മുതല് എഴുന്നേറ്റേ. ഞാൻ എന്നെ എടുത്തിട്ട് പോണോ? അയ്യേ ആരേലും കണ്ട മോശമാണ് ഇതിനെടുത്ത്. എന്ത് എടുക്കാൻ പറ്റിയ പ്രായം തന്നെ കൊണ്ട് പഴയ പോലെ അല്ല. നീ ഇന്നിപ്പോ ഗുണ്ടൂസാണ്. നീ എടുത്താട്ട് വാ. അയ്യോ വാങ്ങാറുണ്ട് വാങ്ങാണ് പല്ലൊക്കെ തേക്ക്. വാ വാ, ദേ ഇവിടെ കൊമ്പൊക്കെ ഇരിക്കും. നിനക്ക് കാപ്പി വേണോ ചായ വേണോ? ഒന്നും വേണ്ട. ആ പോ നടക്കങ്ങോട്ട്. അമ്പളേക്കും വേല പൊമ്പിളേക്കും വേല അമ്പള പോണ അമ്പളേക്കും വേല. ക്ലീറ്റപ്പാ ഉലന്ന് പളിപ്പിൽ ഉയർന്ന് വിളങ്ങും പിള്ളയാട്. മക്കളെ ബുക്കൊക്കെ എടുത്ത് വെച്ചോ? എവിടെന്ന് വെച്ചാൽ സൗകര്യം പോലെ വെച്ചോ. ചോറുണ്ട്, അവിയലുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, അച്ചാറുണ്ട്, രസമുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്. ഓക്കെ അല്ലേ? ഇത്ര ഇപ്പൊ ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയുള്ളൂ. ടൈം ടേബിളൊക്കെ ബുക്കെല്ലാം എടുത്തോ? ടൈം ടേബിൾ നോക്കി എടുത്തെടുത്തു. ഡയറി എടുത്തോ? ഭക്ഷണം എടുത്ത് വെക്കാൻ കാണിക്കണം. ആ ഒരു ഇത് ബാക്കി കാര്യങ്ങൾക്കില്ല. ഡയറി എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവിട്ടിട്ട് ദേ പറഞ്ഞു.
ഓക്കെ ബാക്കി വന്നിട്ട് പറയാം ടാറ്റാ. ഏയ്, ആ. ഡാഡി ഞാൻ വരുന്നു. വാ, വാ, ഓടി, 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 വണ്ടിക്ക് സമയമായി. എന്നും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരികണം. ആദ്യമേ ആ ഡാഡിക്ക് ആ ഫോൺ എടുത്ത് നോക്കിയെന്നെങ്കിൽ രാവിലെ എണീക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഉറങ്ങായിരുന്നു. എന്താ പറ്റിയേ? വണ്ടി വിട്ടുപോയോ? ആ ആ ഇന്ന് സ്കൂളില്ലായിരുന്നമ്മ. സ്കൂളില്ലേ? നമ്മളെ സ്കൂളിലെ പഴയ ഒരു പ്രിൻസിപ്പാൾ മരിച്ചുപോയി. ഇത് നിന്ന് അവധിയാ. ഫോണിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. എന്നിട്ടോ? നമുക്ക് കണ്ടില്ല. ചുമ്മാ രാവിലെ എണീച്ച് ഷോ. പാവം ക്ലീറ്റോ 4 മണിക്ക് എഴുന്നേറ്റത് വെറുതെ ആയി പോയല്ലോ. വിഷമായോ ക്ലീറ്റോ? പാവം 4 മണിക്ക് എഴുന്നേറ്റ് അടുക്കള കയറില്ല, റെസ്റ്റ് എന്നാ പറ്റി? ഒന്നുമില്ല, നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സമയമാണ് 4 മണി. ആ സമയത്ത് എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ഇവർക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കിയൊക്കെ വെച്ച് കുറേ കറികളും ഉണ്ടാക്കി വെച്ച്. അപ്പം അവളെ കൂട്ടുകാരികളൊപ്പം ഇരുന്നതൊക്കെ കഴിച്ചിട്ട് കൂട്ടുകാരികളും ഒരു അഭിപ്രായമൊക്കെ പറയുമല്ലോ എന്നെൻ്റെ മനസ്സിലൊരിതുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമം അതായിരുന്നു. അത്രേ ഉള്ളോ? അതിനെന്താ, നാളെ പോലെ സ്കൂളുണ്ടല്ലോ. ക്ലീറ്റോനെ സ്ഥിരം അങ്ങ് ചെയ്തോ. ആ Alien versus Alien.